വന്യജീവി അക്രമങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനുള്ള പ്രത്യേകമായ പദ്ധതിക്ക് പണം ആവശ്യപ്പെടുന്നത് ഒരൗദാര്യവും വേണ്ട. ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ഓഫീസിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സഹായം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് നിന്ന് 1/4 രൂപ കേരളത്തിന് വേണ്ട. മറിച്ച് മലയാളികൾ കൊടുക്കുന്ന പണത്തിന്റെ 100 രൂപ കൊടുക്കുമ്പോൾ അവന്റെ ഒരു നിശ്ചയ ശതമാനമെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്. പക്ഷേ അവരെല്ലാം എതിരെയുള്ള നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ ബജറ്റിന്റെ മുന്നോടിയായി ധനകാര്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനനായ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. 29 കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടു. സമഗ്രമായ ഒരു രേഖയാണ്. ഈ കാസർഗോഡിന്റെ പുതിയ അവതാരം MP ഉണ്ടല്ലോ, അദ്ദേഹമാണെങ്കിൽ വായ തുറന്നാൽ ധാരാളം വിഡ്ഢിത്തം പറയുന്ന ഒരാളാണ്. ഞാൻ ആരെയും വ്യക്തിപരമായി ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അദ്ദേഹം വിഡ്ഢിത്തം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കണക്കൊന്നും കൊടുത്തില്ല അതുകൊണ്ടാണ് എന്നാണ്. പക്ഷേ നമ്മൾ സമഗ്രമായി തയ്യാറാക്കിയ വസ്തുതകൾ വെച്ച് നിരത്തിയ കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു നിവേദനം സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ആവർത്തിക്കട്ടെ, ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നു. പക്ഷേ ഒരു കാര്യവും നമുക്ക് തന്നില്ല എന്ന് മാത്രമല്ല, ഈ സംസ്ഥാനം രാഷ്ട്രീയ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇല്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു. എത്ര അപമാനകരമാണ്. 2 കേന്ദ്രമന്ത്രിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവർ ഈ പണി അവസാനിപ്പിച്ചു പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കാരണം അവർ ഈ കേരളത്തിന് അപമാനമായിരിക്കുന്ന ആളുകളാണ്. ഒരു തെരഞ്ഞെടുപ്പ് വർഷമായപ്പോ ചില കാര്യങ്ങളെങ്കിലും നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. തെരഞ്ഞെടുപ്പായതുകൊണ്ടെന്നാണ് ഒരു കാര്യവും ചെയ്തില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ അപമാനിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജാബ ലീഡർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ LDFന്റെ ജാഥയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രയേറെ അവഗണിച്ചാലും, നിങ്ങൾ എത്രയേറെ ഉപരോധം തീർത്താലും, സാമ്പത്തികമായ ഉപരോധം തീർത്താലും കേരളം കീഴടങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ കേരളം ഒരൊറ്റ മനുഷ്യനെ പോലെ നിന്നുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി പടമൊരുതി ഈ സാമ്പത്തിക ഉപരോധത്തെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട് ഭീകരമായ ദുരന്തം ഉണ്ടായപ്പോ പ്രധാനമന്ത്രിയൊപ്പം നമ്മളെ പറ്റിച്ചുപോയി. എല്ലാ അർത്ഥത്തിലും കേരളത്തെ തകർക്കുന്ന സമീപനം സ്വീകരിച്ചു. പക്ഷേ നമ്മൾ പതറിയില്ല. വയനാട് ഒരു ടൗൺഷിപ്പ് പോയിരുന്നു, ലോകത്തിനാകെ മാതൃകയായിട്ട്. ഇത്തവണ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു, നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ മാത്രം തനത് വരുമാനം 1,27,740 കോടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് എളുപ്പമായിരുന്നില്ല. അത്രയധികം 1,27,747 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ജനങ്ങളാണ് കൂടെയുള്ളത്. അതുകൊണ്ട് ഈ കരുത്ത് ബോധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നേടിയ വികസന നേട്ടങ്ങൾ നിലനിർത്തുന്നതിന്, കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയെ സംരക്ഷിക്കുന്നതിന്, അതോടൊപ്പം ഈ കേരളം ജാതിമത വർഗീയ ശക്തികളുടെ ഒരു വെള്ളനിലമല്ലാതായി മാറുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളിൽ നിങ്ങൾ LDFനെ സഹായിക്കണം. ആ ദൗത്യവുമായിട്ടാണ്, ആ മഹാസന്ദേശവുമായിട്ടാണ് ഇവിടെ ഈ ജാഥ എത്തിച്ചേർന്നിരിക്കുന്നത്. പയ്യന്നൂരിന്റെ ബഹുമാനായ MLA നേതൃത്വത്തിൽ ഈ ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഗംഭീരങ്ങളായ തയ്യാറെടുപ്പുകൾ നടത്തി ഈ ജാഥയെ വലിയ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ സ്വീകരണങ്ങൾ ഒന്നാക്കി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരിവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ജാഥാംഗങ്ങളിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം തീർക്കുന്നു. അഭിവാദ്യങ്ങൾ. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ.